പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 22-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ ഈ മാസത്തിന്റെ 4ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക് പൗലോസ് ഒരു ഹ്രസ്വലേഖനം എഴുതുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ധർമാധർമ്മങ്ങളെയും ആത്മീയ വിവേചനങ്ങളെയും മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഗതിയെയും വളരെ വ്യക്തമായി ഈ ലേഖനത്തിൽ കൂടെ പൗലോസ് വരച്ചു കാട്ടുന്നു. പ്രത്യേകിച്ച് ഈ 3-ാം അധ്യായം സാധാരണ നിലയിൽ മരണഭവനങ്ങളിൽ പ്രത്യാശ ദൂതായി വായിക്കുന്ന ഭാഗവും പ്രത്യേകിച്ച് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ധ്യാനത്തിനായി സാധാരണ നിലയിൽ ഉപയോഗിക്കാറുമുണ്ട്. പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അവിടെ എങ്കിൽ എന്നുള്ള ഒരു പദം ചേർത്തിരിക്കുന്നു. അത് ഇന്നത്തെ ക്രൈസ്തവരായ എനിക്കും നിങ്ങൾക്കും വളരെ ശ്രദ്ധേയവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദപ്രയോഗമാണ്. എന്ത് എന്ന് വെച്ചാൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതായത് ഞാൻ യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ചു, അംഗീകരിച്ചു. വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്നു. ചിലർ അത് വെള്ളത്തിൽ സ്നാനമായി സാക്ഷീകരിക്കുന്നു. ചിലർ ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മീയമായി മുന്നേറുന്നു. എന്താണെങ്കിലും അവരവർക്ക് ലഭിക്കപ്പെട്ട ആത്മീക പ്രചോദനമനുസരിച്ചും കാഴ്ചപ്പാടനുസരിച്ചും ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു ഉയരത്തിലാണ്. നാം ആ ഉയരത്തിലുള്ളത് വേണം അന്വേഷിക്കുവാൻ. കാരണം ഈ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും സകലത്തിൽ നിന്നും നാം ക്രിസ്തുവിൽ കൂടെ പഴയത് മുഴുവനും കുഴിച്ചിടപ്പെട്ടു. നാം ഒരു പുതു സൃഷ്ടിയായി മാറി. അങ്ങനെയെങ്കിൽ നിശ്ചയമായും നാം പിന്നെ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ വെക്കേണ്ടത്? ഏതിലാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്? ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിലുള്ളതിനെ ചൊല്ലി വ്യാകുലപ്പെടാനോ സങ്കടപ്പെടാനോ വിഷമിക്കാനോ, അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ സ്വസ്ഥമായ സാധാ ജീവിതവും നമ്മുടെ കുടുംബജീവിതവും ഒന്നും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്ന് സാർ. ദയവായി നിങ്ങൾ അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കണം. അവിടെ പറയുന്നുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പോൾ നമ്മുടെ പ്രശ്നം
ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ പൈതല, കർത്താവ് ഇപ്പം വന്നാൽ പോകാനും റെഡിയാ. പക്ഷേ നമ്മൾ ഇപ്പോഴും അന്വേഷിക്കുന്നതും ചിന്തിക്കുന്നതും ഭൂമിയിലുള്ളതും മാത്രമാണ്. അവരവർ ചിന്തിച്ചാട്ട് ഇത് വാസ്തവമല്ലേ? ഇന്ന് ഈ വർഷത്തിന്റെ അവസാന മാസത്തിന്റെ 4ാമത്തെ വിശുദ്ധ ദിനമാണ്. രാവിലെ ആരാധനയ്ക്ക് പോകുന്നു, വിശുദ്ധ മേശ കൈക്കൊള്ളുന്നു, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു, സാക്ഷി പറയുന്നു, ഒക്കെ ശരിയാ. പക്ഷെ നമ്മുടെ ചിന്തവും നോട്ടവും മുഴുവനും ഈ ഭൂമിയിലേതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സങ്കടം ഒരിക്കലും മാറാത്തത്, നമ്മുടെ ദുഃഖം ഒരിക്കലും മാറാത്തത്, നമ്മുടെ കണ്ണൊരിക്കലും തോരാത്തത്, നമുക്കുള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പറ്റാത്തത്, എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു സന്തോഷമില്ലാത്തത്, ഏതെല്ലാം സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒന്നിലും ഒരു തൃപ്തിയില്ല. എപ്പോഴും വിഷാദം, എപ്പോഴും അയ്യോ ഭാവം. ഇതിന്റെ കുഴപ്പം എന്നാണെന്നറിയാമോ? ഭൂമിയിലേത് മാത്രം നാം ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചോദിക്കും, സഹോദര, ഈ ഭൂമി ജീവിക്കുമ്പോൾ ഭൂമിയിലേതല്ലേ ചിന്തിക്കേണ്ടത്? നിശ്ചയമായി ഭൂമിയിലേതാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്, ആരെയാണ് അനുഗമിക്കുന്നത്, ആരാണ് നമ്മുടെ നായകൻ എന്നുള്ളത് ഓർക്കുമ്പോൾ ഈ ഭൂമിയിലേത് എപ്പോഴും സെക്കൻഡറി ആയിരിക്കും. നമ്മുടെ കുഴപ്പം ഭൂമിയിലേതും ഭൂമിയിലുള്ളതും മക്കളും കുടുംബവും മറ്റു പലതും നമുക്ക് ഒന്നാമതാണ്, പ്രാധാന്യം അതിനാണ്. അതുകൊണ്ടാണ് നമുക്കൊരിക്കലും ഒരു സന്തോഷത്തിലേക്കോ, അത് ദൈവവചനം വായിച്ചാലും സന്തോഷമില്ല, പ്രാർത്ഥിച്ചാലും സന്തോഷമില്ല, പള്ളിയിൽ പോയാലും സന്തോഷമില്ല, പ്രസംഗം കേട്ടാലും സന്തോഷമില്ല. എന്താ എന്റെ കാര്യം? പിന്നെ എന്ന് സന്തോഷിക്കാനിരിക്കുക? എന്തിൽ സന്തോഷിക്കാനിരിക്കുക? നാം ഓർക്കണം, നമുക്കിനി എന്നാണ് സന്തോഷം വരുന്നത്? അവരവർ ചിന്തിച്ചേ, ഇനി എന്ന് സന്തോഷം വരും? എന്നാണ്, എന്തിലാണ് നമുക്കൊരു തൃപ്തി വരുന്നത്? അപ്പോൾ കുഴപ്പം ആരുടേതാണ്? ഈ ലോകത്തിന്റെ ആണോ, ചുറ്റുപാടിന്റെ ആണോ, സാഹചര്യങ്ങളുടെ ആണോ? അല്ല, കുഴപ്പം എന്റേതാണ്. കാരണം എന്റെ ചിന്ത ഭൂമിയിലേതാണ്. വചനം പറയുന്നു, ഈ ഭൂമിയും അതിലുള്ളതൊക്കെയും അഴിഞ്ഞു പോകും, കത്തി നശിക്കും. കത്തി നശിക്കുന്ന വെന്ത് വെണ്ണീറാകുന്നതിന് വേണ്ടി ചിന്തിച്ച് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് പൗലോസ് കൊലോസി സഭയിലെ വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ഇപ്പോൾ ആ എങ്കിൽ എന്നുള്ള പദത്തിന്റെ പ്രാധാന്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൽ കൂടെ രക്ഷിക്കപ്പെട്ടു, ഒരു ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ വന്നു എങ്കിൽ അതിന്റെ ഗുണം കാണിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു വിദ്യാഭ്യാസമുള്ള ആളിൽ നിന്നും അതിന് തക്കതായിട്ടുള്ള സ്റ്റാൻഡേർഡ്, പ്രതികരണം, അദ്ദേഹത്തിന്റെ ബിഹേവിയർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ന്യായം. പക്ഷേ ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് വിദ്യാവിഹീനനായ ഒരു വ്യക്തിയുടെ നിലയിൽ പെരുമാറിയാൽ നാം എന്തു പറയും? ആ ആളിനെ ചേർത്ത് നമ്മൾ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ ഏറ്റുപറയും, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ശരിയല്ലേ പ്രിയമുള്ളവരെ? ഈ വാക്യം എനിക്ക് ആപ്ലിക്കബിൾ ആണോ എന്ന് അവരവരൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഘോരം പറയുന്ന ഞാൻ അതിന് തക്കതായിട്ടുള്ള നിലവാരം ജീവിതത്തിൽ പുലർത്തണം. ആത്മീയ അനുഭവം, പ്രത്യാശ നമ്മിൽ ഉണ്ടാവണം. അല്ല എങ്കിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് 2ാം വാക്യം കൃത്യമായി പറയുന്നത്, ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ആകയാൽ ദൈവജനമേ,
നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകണമെങ്കിൽ ഈ ലോകത്തിലേതും ലോകത്തിലുള്ളതും ഇന്ന് കടന്നു പോകുന്നതും രോഗവും ദുഃഖവും സമ്പത്തും കുഞ്ഞുങ്ങളുടേതും ജോലിയുടേതും വിസായും ആരോഗ്യവും പനിയും വീട്ടുകാര്യവും നാട്ടുകാര്യവും ഇങ്ങനെയുള്ള കാര്യത്തിൽ കുഴങ്ങിപ്പോകരുത്. ഇതൊക്കെ അങ്ങ് നടക്കും. ഇതല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേൽ ജനത്തെ 430 വർഷത്തെ അടിമത്വത്തിന് ശേഷം ദൈവം മോശയിൽ കൂടെ വിടുവിച്ചത് എന്തിനാണ്? വാഗ്ദത്ത നാടായ കനാനിലെത്താനാണ്. പക്ഷേ ഇറങ്ങിയപ്പം മുതല് അവർക്ക് കനാൻ എന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും അവരുടെ ചിന്തയിലേ ഇല്ല. അവരുടെ പ്രശ്നം ഞങ്ങൾക്ക് വല്ലതും കഴിക്കാൻ വേണം, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എവിടെങ്കിലും കിടക്കണം. മിസ്രൈമിലായിരുന്ന 2 അടി കൊണ്ടാലും വേണ്ടുകയില്ല, വല്ല കഴിക്കാൻ കിട്ടുമായിരുന്നു. അവരുടെ പ്രശ്നം ഇന്നാണ്, ഇന്നിന്റെയാണ് പ്രശ്നം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇന്നത്തെ വാക്യം വളരെ വളരെ അനുയോജ്യമാണ്. അന്ന് ഇറങ്ങി തിരിച്ചതിൽ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകനായ യോശുവയും അല്ലാതെ ആരും 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 ഹല്ലേലൂയ കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല എന്ന് ദൈവവചനം സ്പഷ്ടമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാക്യം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാം. പ്രശ്നമില്ലെന്നല്ല പ്രിയമുള്ളവരെ, പ്രതികൂലവും രോഗവും ദുഃഖവും സാമ്പത്തിക ബാധ്യതയൊന്നും ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അത് നമ്മെ വല്ലാണ്ട് അലട്ടി നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ നിത്യത നഷ്ടപ്പെടുത്തരുത്. അതിനെ ചൊല്ലി ആകുലപ്പെടരുത്. അതുകൊണ്ട് ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനപ്രകാരം ക്രമീകരിച്ച് ഉയരത്തിലേത് അന്വേഷിക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ശാന്തത വരും. പിന്നെ ബാക്കിയുള്ളതെല്ലാം നാം പിന്നാമ്പുറത്ത് തള്ളിക്കളയും. അതുകൊണ്ടാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോട് കൂടെ സകലവും സകലവും കൂട്ടിച്ചേർക്കപ്പെടും. വേണ്ടത് മുഴുവനും തമ്പുരാൻ നമുക്ക് നൽകും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ ഞായറാഴ്ച വിശുദ്ധ ദിനം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാരവും നമ്മുടെ പ്രയാസവും നമ്മുടെ സങ്കടവും അപ്പാ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. തമ്പുരാൻ നോക്കിക്കൊള്ളണം. തമ്പുരാൻ നോക്കാൻ നമ്മൾ ഏൽപ്പിച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മളും കൂടെ ആ കാര്യം നോക്കരുത്. നമ്മളിപ്പോ ഒരു കാര്യം ഒരാളെ ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിച്ചു, പിന്നീട് അത് നമ്മളും കൂടെ ചെയ്യേണ്ട കാര്യമില്ല, ആ ആള് ചെയ്തുകൊള്ളും. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയവും ഭാരവും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ കംഫർട്ടായി പ്രാർത്ഥിച്ചെഴുന്നേറ്റു. ഉള്ളിൽ വളരെ ധൈര്യമുണ്ട്, തമ്പുരാൻ എന്റെ ഈ വിഷയം ഏറ്റെടുത്തു, നിശ്ചയമായും അതിന് മറുപടി തരും. പ്രാർത്ഥിച്ചെഴുന്നേറ്റ് പാമടക്കി കഴിയുമ്പോൾ ആ ആളെ അല്ല നമ്മൾ പിന്നെയും ആ വിഷയത്തെ ഓർത്ത് വിചാരപ്പെടുക. അങ്ങനെയാണെ പിന്നെ കർത്താവിനെ എന്തിനെ ഏൽപ്പിച്ചത് ഓർക്കുക. അതുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചാൽ അത് എന്നേക്കുമായിട്ടങ്ങ് മറന്നേക്കുക. കാരണം സ്വർഗത്തിലെ ദൈവം മനുഷ്യനല്ല വാക്ക് മാറ്റി മാറ്റി പറയാൻ. അതുകൊണ്ട് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും പറയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുക്കട്ടെ. ഇന്നത്തെ ദിനം നമ്മെ തന്നെ തമ്പുരാൻ ഏറ്റെടുത്ത് അനുഗ്രഹത്തോടെ ദൈവകൃപയോടെ നടത്തട്ടെ. പ്രിയ ദൈവജനമേ, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ലോകത്തിനു വേണ്ടി മാത്രം ചിന്തിച്ചാൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തി നിത്യത എന്നേക്കുമായി ഇല്ലാതാക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിച്ച് നമ്മുടെ ഇന്നിന്റെ പ്രശ്നങ്ങൾ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോട് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.
പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 4ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഓരോ ദിനവും ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി സ്തുതിക്കുന്നു. കൊലോസി സഭയോട് അങ്ങയുടെ ഭക്തനായി പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ലോകത്തിലുള്ളത് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് വേണം അന്വേഷിക്കുവാൻ. അപ്പാ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഈ ലോകത്തിലുള്ളത് അന്വേഷിച്ച് ഭാരത്തിലും സങ്കടത്തിലും നിരാശയിലുമാ. എന്നാൽ അങ്ങയെ അന്വേഷിച്ച് അങ്ങയെ പിൻപറ്റിയാൽ ഞങ്ങൾക്ക് വേണ്ടത് മുഴുവനും നൽകുമെന്നുള്ള വചനം പരിപൂർണമായി വിശ്വസിക്കുവാൻ, അതിലുറയ്ക്കുവാൻ, അതിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വിശുദ്ധ ദിനം വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച ഈ നിന്റെ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ സ്വയം വിലയിരുത്താം. ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, മുൻഗണന കൊടുത്തിരിക്കുന്നത്? ഈ ഹ്രസ്വകാല ജീവിതത്തിൽ എല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനാണോ മുൻതൂക്കം? അതോ ഈ ഹ്രസ്വകാല ജീവിതം കഴിഞ്ഞ് യുഗായുഗങ്ങളുടെ ദീർഘമായ ഒരു ജീവിതമുണ്ട്, അതിനുവേണ്ടിയാണോ എന്റെ യാത്ര? സ്വയം ചിന്തിക്കുക, തീരുമാനിക്കുക. തിരുത്തണമെങ്കിൽ തിരുത്തുക, മടങ്ങി വരണമെങ്കിൽ മടങ്ങി വരിക. അങ്ങനെ ദൈവകൃപയോടെ ജീവിച്ച് കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ വസിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.